നെക്സ്റ്റ് മെക്കാനിസം ഓഫ് E. coli. മെക്കാനിസം ഓഫ് E. coli എന്ന് പറയുമ്പോൾ എന്താ, സമ്മറി തന്നെയാണ്. ഫ്രാഗ്മെൻറ്റ് ബിയും എയും ഉണ്ട്, ബിയും എയും കൂടി ഒരുമിച്ചിരിക്കും. GM1 ഗ്ലൈക്കോസിഡേസ്, ഈ പടം വെച്ച് പറയാം. GM1 ഗ്ലൈക്കോസിഡേസ് ഉണ്ടല്ലോ, GM1 ഗ്ലൈക്കോസൈഡിലേക്ക് ഇവർ അറ്റാച്ച് ചെയ്യും. റിസപ്റ്ററിലേക്ക് ഗംഗ്ലൂസൈഡിലുള്ള റിസപ്റ്ററാണ് GM1 ഗ്ലൈക്കോസൈഡ്. ഇവിടെ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്തിട്ട് ഈ ഫ്രാഗ്മെൻറ്റ് ഇൻറ്റേർണലൈസ് ആവും. ഇൻറ്റേർണലൈസ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻറ്റേർണലൈസ് ആയി കഴിയുമ്പോഴത്തേക്കും എ ആക്റ്റീവ് ആയാലും അവർ ADP ട്രൈബോക്സിലേഷന് സഹായിക്കും. അങ്ങനെ അഡ്രിനൽ സൈക്ലേസിനെ ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ സൈക്ലിക് AMP അക്യുമുലേറ്റ് ആവും. സൈക്ലിക് AMP അക്യുമുലേറ്റ് ആയി എന്ത് പറ്റും? കോസസ് ക്ലോറൈഡ് സെക്രീഷൻ കൂട്ടും, സോഡിയം അബ്സോർപ്ഷൻ കുറയ്ക്കും. അങ്ങനെ സോഡിയം ക്ലോറൈഡ് ഇവിടെ അക്യുമുലേറ്റ് ആവും. സോഡിയം ക്ലോറൈഡ് അക്യുമുലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹൈപ്പർട്ടോണിക് ആയി സൊല്യൂഷൻ. അപ്പോൾ ഓസ്മോളാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ ഇറങ്ങും. ദാറ്റ് ഈസ് മേക്കിംഗ് ഇറ്റ് ഐസോട്ടോണിക്. ഓക്കെ, അങ്ങനെ വാട്ടറും ഇലക്ട്രോലൈറ്റ്സും ഒരുപോലെ ഡയറിയ വഴി പുറത്തേക്ക് പോകും. അങ്ങനെ വാട്ടറും സോഡിയം ക്ലോറൈഡ്സും കൂടെ ഡയറിയ വഴി പുറത്തോട്ട് പോയി എന്ത് സംഭവിക്കും? അത് ലീഡ്സ് ടു ഷോക്ക് ആൻഡ് അസിഡോസിസ്. ഇത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ദി അബ്സോർബ്ഡ് സോഡിയം ട്രാൻസ്പോർട്ട് ചാനൽ പാർട്ടിൻ്റെ സീൻ. പിന്നെ പറയാനുള്ളത് ജീൻ കോഡിംഗ്. നെക്സ്റ്റ് പറയുന്നത് ജീൻ കോഡിംഗ് ഫോർ കൊളറ ടോക്സിൻ. ഇത് ജീൻ കോഡിംഗ് ഫോർ കൊളറ ടോക്സിൻ എന്തിനാണ് കോഡ് ചെയ്യുന്നത്? ഫിലമെൻറ്റസ് ബാക്ടീരിയഫേസിനെ കോഡ് ചെയ്യുന്നുണ്ട്. ഇവർ ഫേസ് കോഡഡ് പ്രോട്ടീനാണ്. പിന്നെ എന്ത് ചെയ്യും? ഓൾസോ ദേ കോഡ് ഫോർ TCP. ഫേസ് ജീനോം ഉണ്ടല്ലോ, ദേ കോഡ് ഫോർ TCP, ദാറ്റ് ഈസ് ടോക്സിൻ കോ-റെഗുലേറ്റഡ് പ്രോട്ടീൻ തന്നെയല്ലേ. ടോക്സിൻ കോറഗുലേറ്റഡ് പൈലസ് ഉണ്ട്. പ്രോട്ടീൻ എത്ര നേരം പറഞ്ഞിട്ടുണ്ട്? പ്രോട്ടീൻ അല്ല, പൈലസ്. Necessary colonization factors and other regulatory genes. Then other virulence factor includes sona oxidant toxin for tight junction break ചെയ്യാനായിട്ട്, ഡിസ്ട്രപ്റ്റ് ചെയ്യാനായിട്ട്. Accessory colonization factor colonize ചെയ്യാൻ വേണ്ടിയിട്ട്. Then bacterial endotoxin for making immunogenic reactions. ഇനി പറയുന്നത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഓഫ് കോളറ. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഓഫ് കോളറ മെയിൻലി O1 and O130 ഇൻഫെക്ഷൻസ് ആയിട്ട് മാറുന്നത്. ആ മാനിഫെസ്റ്റഡ് ആസ് അസിംറ്റോമാറ്റിക് ഇൻഫെക്ഷൻസ് ഉണ്ട്, മൈൽഡ് ഡയറിയ ഒരു കോളറ പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ സഡൻ ഓൺസെറ്റ് ഓഫ് എക്സ്പ്ലോസീവ് ഓർ ലൈഫ് ത്രെറ്റനിങ് ഡയറിയ. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നായിരിക്കും പേഷ്യൻറ്റ് വരുന്നത്. 75% അസിംറ്റോമാറ്റിക് ഇൻഫെക്ഷൻ ആയിരിക്കും. 20% മൈൽഡ് ഡയറിയ ഒരു കോളറ ഉണ്ടാവും. എന്നാൽ ഒരു 5% മാത്രം സഡൻ ഓൺസെറ്റ് ഓഫ് എക്സ്പ്ലോസീവ് ആൻഡ് ലൈഫ് ത്രെറ്റനിങ് ഡയറിയ ഉണ്ടാവും. ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത് 24 to 48 hours ആണ്. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ്ലി വാട്ടറി ഡയറിയ. ഡയറിയ എന്ന് പറയുമ്പോൾ സഡൻ ഓൺസെറ്റ് ഓഫ് പെയിൻലെസ് വാട്ടറി ഡയറിയ ക്വിക്ലി ബിക്കം വോളുമിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് വോളിയം കുറഞ്ഞ് വെള്ളം മാത്രമുള്ള വാട്ടറി ഡയറിയ. സഡൻ ഓൺസെറ്റ് ഓഫ് പെയിൻലെസ് ഡയറിയ ഉണ്ടോ? പെയിൻ ഉണ്ടെങ്കിൽ മാറി, അത് ഡിസെൻട്രിയിലേക്ക് മാറി, അത് വേറെ ചാപ്റ്റർ പിടിക്കും. ഇത് ജസ്റ്റ് ഡയറിയ. ഓക്കെ, റൈസ് വാട്ടർ സ്റ്റൂൾ. എന്തുകൊണ്ട് റൈസ് വാട്ടർ എന്ന് പറയുന്നത്? ബിക്കോസ് ഇത് നോൺ ബൈലസ് ആയി, യെല്ലോ കളർ ഇല്ല, നോൺ ബൈലസ്, സ്ലൈറ്റ്ലി ക്ലൗഡി ആയിരിക്കും ആൻഡ് വാട്ടറി വിത്ത് മ്യൂക്കസ് ഫ്ലേക്സ്. ഈ മ്യൂക്കസ് ഫ്ലേക്സ് ആണ് ഒരു വാട്ടറി റൈസ് വാട്ടറിൻ്റെ ഒരു ഷെയ്ഡ് വൈറ്റ് കളർ തരുന്നത്. ആൻഡ് എ ഫിഷി ഇൻഒഫെൻസീവ് ഓർഡർ ആൻഡ് ദേ ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് ബ്ലഡ് ആൻഡ് പസ് സെല്ലും. ബ്ലഡും പസ് സെല്ലും ഡയറിയയുടെ സെയിം ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ കൂടെ ബ്ലഡും പസ് സെല്ലും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിസെൻട്രി ആയിട്ട് മാറും. ഇവിടെ നമ്മൾ ഡയറിയെ കുറിച്ച് പറയുന്നത്, ഡയറിക്കത് ബ്ലഡും പസ് സെൽസും ഒന്നും ഇല്ല. ഓക്കെ, ആൻഡ് ദേ റിസംബിൾസ് റൈസ് വാട്ടർ. അതുകൊണ്ട് ഇവിടെ റൈസ് വാട്ടർ സ്റ്റൂൾ എന്ന് പറയുന്നത്. ദെൻ വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാവും, പക്ഷേ ഫീവർ കാണത്തില്ല. മസിൽ ക്രാംസ് മേ ഒക്കർ ഡ്യൂ ടു ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. ദെൻ പ്രോഗ്രഷൻ ഓഫ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. ഇത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഫ്ലൂയിഡ് ലോസ് ദാറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലൂയിഡ് ലോസ് ആയിരിക്കും. ഇങ്ങനെ കൂടുതൽ ഫ്ലൂയിഡ് ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി ലോസ് ഓഫ് ബോഡി വെയിറ്റ്. സോ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്നൊരു സമ്മറി പറയുകയാണ്. സമ്മറി പറയുമ്പോൾ 3 ടൈപ്പ് പേഷ്യൻസ് ആയിരിക്കും. ഒന്നെങ്കിൽ അസിംപ്റ്റോമാറ്റിക് ആയിരിക്കും, മൈൽഡ് ഡയറിയ കോളറ ഉണ്ടാവും, സഡൻ ഓൺസെറ്റ് ഓഫ് എക്സ്പ്ലോഷൻ ലൈഫ് ത്രെറ്റനിങ് ഡയറിയ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് 24 to 48 hours ആണ്. വാട്ടർ ഡയറിയ എന്താണെന്ന് പഠിച്ചു. ജസ്റ്റ് വാട്ടറി വോളുമിനസ് ആയിരിക്കും. ദെൻ റൈസ് വാട്ടർ സ്റ്റൂൾ എന്ന് പറയുമ്പോൾ എന്താ? സ്ലൈറ്റ്ലി ക്ലൗഡി ആയിരിക്കും, നോൺ ബൈലസ് ആണ്, വാട്ടറി ആയിരിക്കും വിത്ത് മ്യൂക്കസ് ഫ്ലേക്സ് ആൻഡ് ഫിഷി ഇൻഒഫെൻസീവ് ഓർഡർ ഉണ്ടാവും. ആൻഡ് ദേ ആർ നോട്ട് അസോസിയേറ്റഡ് വിത്ത് ബ്ലഡ് ഓർ പസ് സെൽസ്. ഇമ്പോർട്ടൻ്റ് ആണ്, ബ്ലഡും പസ് സെൽസും വരില്ല എന്നുള്ളത്. ദെൻ വോമിറ്റിംഗ് ഉണ്ടായിരിക്കും, നോ ഫീവർ. പിന്നെ മസിൽ ക്രാംസ് ഉണ്ടാവും. ദേ വോണ്ട് ബി ഹാവിങ് എനി മസിൽ ക്രാം ഉള്ളത് എന്തുകൊണ്ടാണ്? ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉള്ളതുകൊണ്ടാണ്. ദെൻ പ്രോഗ്രഷൻ ഓഫ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഫ്ലൂയിഡ് ലോസ് ആൻഡ് വിച്ച് മേ റിസൾട്ട്സ് ഇൻ ദി ലോസ് ഓഫ് ബോഡി വെയിറ്റ്. ഇനി വരുന്നത് എപ്പിഡമോളജിയാണ്. എപ്പിഡമോളജി ക്വസ്റ്റ്യൻസിലൊന്നും എപ്പിഡമോളജി ചോദിച്ചിട്ടില്ല. ഞാൻ നോക്കിയായിരുന്നു ഇതിന് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ, ഈ കൊളറയുടെ ക്വസ്റ്റ്യനിൽ എപ്പിഡമോളജിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ളത് ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം അത് സ്കിപ്പ് ചെയ്യാം. ലാബ് ഡയഗ്നോസിസ് സ്പെസിമെൻ കളക്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്? കേൾക്കുന്നുണ്ടോ?
ലാബ് ഡയഗ്നോസിനകത്ത് സ്പെസിമെൻ കളക്ട് ചെയ്യുന്നത് വാട്ടറി സ്റ്റൂൾ ഓർ റെക്ടൽ സ്വാബ്. കാരിയർ ആണെന്നുണ്ടെങ്കിൽ റെക്ടൽ സ്വാബും, അല്ലെന്നുണ്ടെങ്കിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് വാട്ടറി സ്റ്റൂളും ആയിരിക്കും സ്പെസിമെനായിട്ട് കളക്ട് ചെയ്യുന്നത്. ദെൻ ട്രാൻസ്പോർട്ട് മീഡിയ വെങ്കിട്രാമൻ മീഡിയ ഉണ്ടല്ലോ, അതാണ് VR മീഡിയ, ആൻഡ് കേറി ബ്ലെയർ മീഡിയ. ഇത് ഓർക്കാനായിട്ട് വിബ്രിയോ കൊളറ എന്നല്ല, VR മീഡിയ ആൻഡ് കേറി ബ്ലെയർ മീഡിയ. ദെൻ ഡയറക്റ്റ് മൈക്രോസ്കോപ്പി ചെയ്യുമ്പോഴത്തേക്ക് ഇവർ ഗ്രാം നെഗറ്റീവ് റോഡ് ഷേപ്ഡ് ബാക്ടീരിയാസ് ആണ്. വിബ്രിയോ കോമ ഷേപ്ഡ് അല്ലേ. സോ ഷോർട്ട് കർവ്ഡ് കോമ ഷേപ്ഡ് ഗ്രാം നെഗറ്റീവ് റോഡ്സിനായിരിക്കും കാണാൻ പറ്റുന്നത്. പടമുണ്ട്, കണ്ടിവിടെ കാണാം. എങ്ങനെയാ? ഗ്രാം നെഗറ്റീവ് ആണ്, കോമ ഷേപ്ഡ് ഗ്രാം നെഗറ്റീവ്, ഒരു ഫിഷ് സ്ട്രീം അപ്പിയറൻസ് ആയിരിക്കും. പിന്നെ ഹാങ്ങിങ് ഡ്രോപ്പ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ഡാർട്ട്ലിംഗ് മോഡലിറ്റി. ഹാങ്ങിങ് ഡ്രോപ്പ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ ഹാങ്ങിങ് ഡ്രോപ്പ് അത്ര പറയുന്നില്ല. അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ നെക്സ്റ്റ് പേജിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ കൾച്ചർ ചെയ്യാൻ വേണ്ടി എൻലിസ്റ്റ് ബ്രോത്ത് മീഡിയം എടുക്കും. എന്തൊക്കെ ബ്രോത്ത് മീഡിയംസ് എടുക്കുന്നത്? ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ, മോൺസോർ, ടോറോപോളേറ്റ്, ടെലൂറൈറ്റ് പെപ്റ്റോൺ വാട്ടർ, ഇതൊക്കെ അപ്പുറം പറയുന്നുണ്ട് കേട്ടോ. സെലക്റ്റീവ് മീഡിയാസ് ആയിട്ട് ബയൽ സോൾട്ട് അഗറും മോൺസോൾ GTTT അഗറും TCBS അഗറാണ് യൂസ് ചെയ്യുന്നത്. മക്കോണിക്ക് ജസ്റ്റ് ഇപ്പോൾ പറയുന്നുള്ളൂ കേട്ടോ. മക്കോണിക്ക് അഗർ പ്രൊഡ്യൂസസ് ട്രാൻസ്മിറ്റഡ് ഇന്നർ ഓഫ് കോണസ് അപ്പുറം ഇപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് പേര് മാത്രമല്ലേ ഉള്ളൂ. കൾച്ചർ സ്മിയർ ആൻഡ് മോട്ടിലിറ്റി ടെസ്റ്റ് റിവീൽസ് ഷോർട്ട് കർവ്ഡ് ഗ്രാം നെഗറ്റീവ് ബാസിലെ ആൻഡ് ഡാർട്ട്ലിംഗ് മോട്ടിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഇല്ലാത്തൊരു സ്വിമ്മിംഗ് ഉണ്ടല്ലോ, അതാണ് ഡാർട്ട്ലിംഗ് മോട്ടിലിറ്റി. ഐഡൻറ്റിഫൈഡ് ബൈ ദി കൺവെൻഷണൽ ബയോകെമിക്കൽ ടെസ്റ്റ് സ്ട്രിംഗ് ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. സ്ട്രിംഗ് ടെസ്റ്റ് എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നില്ലേ, ഒരു സ്ട്രിങ്ങിൽ ഒരു നൂല് പോലെ കിട്ടുന്നതാണ് സ്ട്രിംഗ് ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ പ്രൊഡ്യൂസസ് ഹീമോഡൈജഷൻ ഓൺ ബ്ലഡ് അഗർ. ഹീമോഡൈജഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബ്ലഡ് അഗറിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുത്തും. അതിൻ്റെ പടമുണ്ട്. ഇതാണ് ഹീമോഡൈജഷൻ ഓൺ ബ്ലഡ് അഗർ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയും കേട്ടോ നെക്സ്റ്റ് പേജിൽ. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് മൾട്ടി ടോഫ് ആൻഡ് വിറ്റ്. ഓക്കെ, എന്നെ ഓർത്താൽ ഇത് പറയുമ്പോൾ. പിന്നെ ബയോടൈപ്പിംഗ് സീറോ ഗ്രൂപ്പിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഗ്രൂപ്പ്സ് ഉണ്ട്, സീറോ ടൈപ്സ് ഉണ്ട്, സീറോ ഗ്രൂപ്പിംഗ് ഉണ്ട്, ബയോടൈപ്പിംഗ് ഉണ്ട്. ബയോടൈപ്പിംഗ് എന്തൊക്കെയുള്ളത്? ക്ലാസിക്കലും ടോർ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ബയോടൈപ്പിംഗ് യൂസ് ചെയ്യുന്നത്. ഇവിടെയാണ് ബയോടൈപ്സ്. അപ്പം ഡിഫറൻഷിയേറ്റിംഗ് യൂസ് ചെയ്യുന്ന മെത്തേഡ് ബയോടൈപ്പിംഗ്. സീറോ ഗ്രൂപ്പ്സ് ആണ് O1 O139. അതിൻ്റെ മെത്തേഡ് സീറോ ഗ്രൂപ്പിംഗ്. സീറോ ടൈപ്സ് ഉണ്ട്, ഏതൊക്കെ? ഒഗാവ, എനാബ, ഹിക്കോജിബ. കണ്ടുപിടിക്കുന്നത് സീറോ ടൈപ്പിംഗ് വഴി. ദെൻ ആൻറ്റിജൻ ഡിറ്റക്ഷൻ ബൈ ദി കൊളറ ഡിപ്സ്റ്റിക് മാസേവ്. ദെൻ ഇത് ക്ലിനിക്കലി ലാബിൽ ചെയ്യുന്നതാണ്. മോളിക്കുലർ മെത്തേഡ് PCR. അതായത് പത്തോജനെ കണ്ടുപിടിക്കുന്നത്. ആൻറ്റി മൈക്രോബിയൽ സസെപ്റ്റിബിലിറ്റി ടെസ്റ്റ് ഉണ്ട്. ഇതൊക്കെ ഫസ്റ്റ് പറയുന്നത് ലബോറട്ടറി ഡയഗ്നോസിസ് ആണ്. ഫ്രഷ്ലി കളക്റ്റഡ് വാട്ടർ സ്റ്റൂൾ ആയിരിക്കും സ്പെസിമെനായിട്ട് എടുക്കുന്നത്. കേസസ് ഇല്ല, അക്യൂട്ട് കേസസ് ഇല്ല. ഇപ്പോൾ അവരെന്നുള്ളത് കാരിയർ ആണെന്നുണ്ട്, പേഷ്യൻ്റെ കാരിയർ ആണെങ്കിൽ നമ്മൾ റെക്ടൽ സ്വാബ്സ് ആയിരിക്കും കളക്ട് ചെയ്യുന്നത് സ്പെസിമെനായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ഫസ്റ്റ് പറയുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് ഹോൾഡിംഗ് മീഡിയാസ് ആണ്. സ്പെസിമെൻ ഷുഡ് ബി ട്രാൻസ്പോർട്ട് ഇമീഡിയറ്റ്ലി ടു ദി ലബോറട്ടറി. ഇഫ് ഡിലേ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഡിലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് മീഡിയ യൂസ് ചെയ്യേണ്ടി വരും. ഐഡിയലി ഇമീഡിയറ്റ്ലി കളക്ട് ചെയ്ത് ലബോറട്ടറിയിൽ അയക്കണം എന്നാണ്. ഡിലേ വരുവാണെങ്കിൽ വെങ്കിട്രാമൻ രാമകൃഷ്ണൻ മീഡിയം, VR മീഡിയം. C ഫോർ കേറി ബ്ലെയർ മീഡിയം യൂസ്ഫുൾ ഫോർ സാൽമോണല്ല ആൻഡ് ഷിഗല്ല കണ്ടുപിടിക്കാനും ഇവർ യൂസ്ഫുൾ ആണ്. പിന്നെ ഇതല്ലാതെ ആൽക്കലൈൻ സോൾട്ട് ട്രാൻസ്പോർട്ട് മീഡിയവും ഓട്ടോക്ലേവും ഉണ്ട്. തൽക്കാലം ഇത് രണ്ടും ഓർക്കുക, വെങ്കിട്രാമനും കേറി ബ്ലെയർ മീഡിയം. വിബ്രിയോ കൊളറ VC അങ്ങനെ ഓർത്താൽ മതി. ദെൻ ഡയറക്റ്റ് മൈക്രോസ്കോപ്പിയിൽ ഗ്രാം സ്റ്റഡിങ് ചെയ്യുമ്പോഴത്തേക്കും ഇവരെന്താ ഗ്രാം നെഗറ്റീവ് റോഡ്സ് ആണ്, കോമ ഷേപ്ഡ് കർവ്ഡ് അപ്പിയറൻസ് ആണ്. ഇവരങ്ങനെ ഫിഷിലൊരു സ്ട്രീമിൽ ഒരു ഫിഷ് കിടക്കുന്ന കണക്കത്തെ അപ്പിയറൻസാണ്. ഫിഷിൻ്റെ സ്ട്രീംസ്, ഒരു കൂട്ടം ഫിഷ് സ്ട്രീമിൽ കിടക്കുന്ന കണക്കത്തെ അപ്പിയറൻസ് ആയിട്ട് അറേഞ്ച് ഉണ്ട് പാരലൽ റോസ് എന്ന് പറയാം. ഓക്കെ, മോട്ടിലിറ്റി ടെസ്റ്റിംഗ് ബൈ ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ്സ്. ഡാർട്ട്ലിംഗ് മോട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ഡാർട്ട് മീൻസ് എ സ്മാർട്ട് സ്ലെൻഡർ പോയിന്റഡ് മിസിൽ വിച്ച് ഷോസ് സഡൻ റാപ്പിഡ് മൂവ്മെൻറ്റ് വിച്ച് ത്രോ അറ്റ് എ ടാർഗറ്റ്. ഒരു പർട്ടിക്കുലർ ടാർഗറ്റിലേക്ക് സഡൻ റാപ്പിഡ് മൂവ്മെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാക്കുന്നതാണ് ഡാർട്ട്ലിംഗ് മോട്ടിലിറ്റി. They are active motile, frequently changing their direction. That is why ഡാർട്ട്ലിംഗ് മോട്ടിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഡാർട്ട്ലിംഗ് മോട്ടിലിറ്റിയും ഗ്രാം സ്റ്റെയിനിങ്ങും. അവർക്ക് മോട്ടിലിറ്റിയുടെ കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു. പെനിട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് തന്നെ അവരുടെ മോട്ടിലിറ്റിയാണ് ഇൻഡസ്റ്റൈനിലേക്ക്. ദെൻ കൾച്ചർ. വിബ്രിയോ കൊളറ ഈസ് സ്ട്രോങ്ലി എയറോബിക് ആണ്. എയറിലാ ജീവിക്കാൻ പറ്റില്ല. നോൺ ഫസ്റ്റീരിയസ് ആണ്. ഗ്രൂസ് വെൽ ഓൺ ഓർഡിനറി മീഡിയം സച്ച് ആസ് ന്യൂട്രിയൻ അഗർ. ന്യൂട്രിയൻ അഗറിൽ ഇവർ മാത്രമല്ല ഇവരുടെ കൂട്ടാളികളും വളരും. കൂട്ടാളികൾ എന്ന് പറയുമ്പോൾ
ഈ വിബ്രിയോ കൊളറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ വളരെ ന്യൂട്രിയൻ മീഡിയത്തിൽ, കൂടാതെ നമ്മുടെ ബോഡിയിലുള്ള വേറെ ബാക്ടീരിയസ് കാണുമല്ലോ. ഡയറിയ എന്ന് പറയുമ്പോൾ സ്റ്റൂൾ കളക്ഷനിൽ സ്റ്റൂളിൽ വേറെ ബാക്ടീരിയസ് ഉണ്ടെങ്കിൽ അവരും ഗ്രോ ചെയ്യും. അങ്ങനെ രണ്ടുപേരും കൂടെ ഗ്രോ ചെയ്ത് ഇനോക്കുലേറ്റ് ചെയ്യാൻ പാടായതുകൊണ്ട് നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യുക, ബാക്കിയുള്ള കമൻസൽസിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്. How to inhibit the commensals? The fecal specimen should be inoculated simultaneously onto enriched growth and selective media use ചെയ്യും. നേരത്തെ പറഞ്ഞു കൾച്ചറിന് എൻറിച്ച്ഡ് ഗ്രോത്തും സെലക്റ്റീവ് മീഡിയ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇവർ എയറോബിക് ആണ്, നോൺ ഫസ്റ്റീരിയസ് ആണ്, നന്നായിട്ട് ഗ്രോ ചെയ്യും ന്യൂട്രിയൻ അഗറിൽ തന്നെ. എന്നാലും ഇവർ കമൻസൽസിനെ ഗ്രോ ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റൂൾ എടുക്കുമ്പോൾ ഇഷ്ടംപോലെ വേറെ ബാക്ടീരിയസ് കാണുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി സൈമൾട്ടേനിയസ്ലി എൻറിച്ച്ഡ് ഗ്രോത്ത് ആൻഡ് സെലക്റ്റീവ് മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. എൻറിച്ച്ഡ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇനോക്കുലേറ്റഡ് ഓൺ ടു എൻറിച്ച്ഡ് ഗ്രോത്ത്, ഇൻക്യുബേറ്റഡ് 4 to 6 hours, മെയ്ഡ് ഓൺ ടു അനദർ സെലക്റ്റീവ് മീഡിയ. അത് ഇനോക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എൻറിച്ച്ഡ് ഗ്രോത്ത് യൂസ് ചെയ്യും. 4 to 6 hours കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അവരെ വേറെ സെലക്റ്റീവ് മീഡിയയിലേക്ക് കൊടുക്കും. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ടു അവോയ്ഡ് കമൻസൽസ്, വേറെ ബാക്ടീരിയ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓർഗാനിസം വളരാതിരിക്കാം. എൻറിച്ച്ഡ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ 2 മീഡിയ നമ്മൾ നേരത്തെ പഠിച്ചത് ഏതൊക്കെയാണ്? ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ. ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ എന്ന് പറയുമ്പം? നേരത്തെ ഇത് മാത്രം പറയുമ്പോഴേക്കും ഭയങ്കര ഡൗട്ടായിരുന്നു. കൾച്ചർ എന്ന് പറയുമ്പോൾ എന്തിനാണ് എൻറിച്ച്ഡ് ഗ്രോത്തും സെലക്റ്റീവ് മീഡിയം യൂസ് ചെയ്യുന്നത്? എൻറിച്ച്ഡ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അതിനെ വളർത്താനും സെലക്റ്റീവ് മീഡിയ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻറിച്ച്ഡ് ഗ്രോത്ത് ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടറും അതിൻ്റെ 2 എണ്ണം ഉണ്ട് കേട്ടോ. ഒന്ന് ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടറും, രണ്ടാമത്തെ മോൺസൂർ ടോറോക്കുലേറ്റ് ടെലൂറേറ്റ് പെപ്റ്റോൺ വാട്ടർ. മോൺസൂർ എന്ന് പറഞ്ഞാൽ TTPW ഓർത്താൽ മതി. APW TTPW. ഓക്കെ, APW മോൺസൂർ TTPW അങ്ങനെ ഓർത്ത് വെക്കാമല്ലോ, അത്രയെങ്കിലും എഴുതാം. പിന്നെ സെലക്റ്റീവ് മീഡിയ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റൂൾ സെഗ്മെന്റ് ഈസ് ഡയറക്ട്ലി ഇനോക്കുലേറ്റഡ് ഓൺ ടു സെലക്റ്റീവ് medium and the plate is incubated at 37 degrees for 24 hours. TCBS agar. TCBS എന്താ? T for thiosulfate, citrate, bile salt, sucrose and has a pH of 8.6. This is widely used at present, and Vibrio cholerae can ferment sucrose and therefore produce a large yellow colonies. Alkaline bile salt agar. അതാണ് ആൽക്കലൈൻ ബൈൽ സോൾട്ട് അഗറാണ് BSA. നമ്മൾ നേരത്തെ പറഞ്ഞ TCBS എന്ന് പറയുമ്പോൾ തയോസൾഫേറ്റ്, സിട്രേറ്റ്, ബൈൽ സോൾട്ട് ആൻഡ് S ഫോർ സൂക്രോസ്. അടുത്തത് BSA. BSA എന്ന് പറയുമ്പോൾ ബൈൽ സോൾട്ട് അഗർ. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഓയിൽ ഡ്രോപ്പ് കോളനീസ് ആയിരിക്കും വിബ്രിയോ കൊളറ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ട്രാൻസ്ലൂസൻറ്റ് ഓയിൽ ഡ്രോപ്പ് കോളനീസ്. മറ്റേതെന്ന് പറയുമ്പോൾ TCBSൽ യെല്ലോ കോളനീസ് ഡ്യൂ ടു ഫെർമെൻറ്റേഷൻ, സൂക്രോസ് ഫെർമെൻറ്റേഷൻ. ഇനി മോൺസൂർ ജെലാറ്റിൻ ടോറോക്കൊലേറ്റ് ട്രൈ ട്രിപ്റ്റിക്കേസ് ടെലൂറേറ്റ് അഗർ. നേരത്തെ പറഞ്ഞായിരുന്നു, ഇവിടെ പറഞ്ഞപ്പോൾ മൺസൂർ TTPW എന്ന് പഠിച്ചാൽ മതി. അതുപോലെ ഇവിടെ മൺസൂർ എന്ന് പഠിക്കുക GTTTA. ഓക്കെ, ഇവരെന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ട്രാൻസ്ലൂസൻ കോളനൈസ് വിത്ത് എ ഗ്രേഷ് ബ്ലാക്ക് സെൻറ്റർ ആൻഡ് എ ടർബിഡ് ഹാലോ. ട്രാൻസ്ലൂസൻ കോളനീസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിത്ത് എ ഗ്രേഷ് ബ്ലാക്ക് സെൻറ്ററിലും ടർബിഡ് ആയിട്ടുള്ളൊരു ഹാലോയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മക്കോൺകി അഗാർ എന്ന് പറയുമ്പോൾ ട്രാൻസ്ലൂസൻ ആൻഡ് പെയിൽ ആയിരിക്കും, വിച്ച് നിയർ ബിക്കം പിങ്ക് ഓൺ പ്രൊലോങ്ഡ് ഇൻക്യുബേഷൻ. ട്രാൻസ്ലൂസൻ പെയിൽ ആണെങ്കിലും പ്രൊലോങ്ഡ് ഇൻക്യുബേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിക്കം പിങ്ക്. Now culture smear and motility testing. Culture smear of the colon reveals a short curved gram negative assay. നേരത്തെ പറഞ്ഞത് തന്നെ ഹാങ്ങിങ് ഡ്രോപ്പിൽ ഡാർട്ട്ലിംഗ് മോട്ടിലിറ്റി കാണിക്കും. ഇത് രണ്ടുമായിരുന്നു നേരത്തെ പറഞ്ഞത്. എവിടെ പറഞ്ഞത്? ഡയറക്റ്റ് മൈക്രോസ്കോപ്പിയിൽ പറഞ്ഞത്. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്ന 2 പോയിന്റ്. ഓക്കെ, ദെൻ ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു വിറ്റക്കും മാൾട്ടിടോപ്പും യൂസ് ചെയ്താൽ മതി. ഇതല്ലാതെ എല്ലാ ഇപ്പോഴത്തെ കൊളറ പോലത്തുള്ള എല്ലാ ഇൻഫെക്ഷൻസിലും ഈ ICUT കാറ്റലേസ് ഓക്സിഡേസിൻ്റെ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് പറയുന്നുണ്ട്. കാറ്റലേസും ഓക്സിഡേസും പോസിറ്റീവാണ്. ഇപ്പോൾ എങ്ങനെ ഓർക്കാനാണ് കാറ്റലേസും ഓക്സിഡേസും പോസിറ്റീവാണ്? വിബ്രിയോ കൊളറയ്ക്കകത്ത് ഉള്ള ലെറ്റേഴ്സാണ് CUം OUം. ഓക്കെ, അതുകൊണ്ട് രണ്ടുപേരും പോസിറ്റീവ്, അങ്ങനെ ഓർത്താൽ മതി. വിബ്രിയോ കൊളറ എന്ന് പറയുമ്പോൾ CU ഉണ്ട് OU ഉണ്ട്. സോ കാറ്റലേസും ഓക്സിഡേസും പോസിറ്റീവാണ്. പിന്നെ ICUT എങ്ങനെ പറയും? ICUT എന്ന് പറയുമ്പോൾ ഇൻഡോൾ, സിട്രേറ്റ്, യൂറിയസ്, TSI എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ഷുഗർ അയൺ അഗാർ ടെസ്റ്റ്. ഇതിനകത്ത് ഇൻഡോൾ പോസിറ്റീവാണ്. സാധാരണ ഉള്ള ഈ ICUT പറയുമ്പോൾ മിക്കപ്പോഴും ഇൻഡോൾ മാത്രം പോസിറ്റീവ്. ടിക്കും വ്യത്യാസം വരും. CUം UUം ഒക്കെ സാധാരണ നെഗറ്റീവാണ് ഇതുവരെ ഞാൻ നോക്കിനകത്തുള്ളത്. ഇതും അങ്ങനെ തന്നെ ആയി. ഇൻഡോൾ എന്ന് പറയുമ്പോൾ പോസിറ്റീവും, C വേരിയൻറ്റും, U എന്നുള്ളത് നെഗറ്റീവും, T എന്നുള്ളത് ആസിഡ് ഓർ ആസിഡ് ആബ്സൻസ് ഓഫ് H2S. ഇത് സൂക്രോസ് ഫെർമെൻറ്ററാണ്. നെക്സ്റ്റ് ഹീമോഡൈല്യൂഷൻ എടുക്കുമ്പോൾ ഇറ്റ് കോസസ് നോൺ സ്പെസിഫിക് ലൈസിസ് ഓഫ് ബ്ലഡ് സെൽസ്. അതാണ് ഹീമോഡൈല്യൂഷൻ. നേരത്തെ പടം കാണിച്ചത് ഹീമോഡൈല്യൂഷൻ്റെ. ഇറ്റ് സീൻ ആസ് എ ഗ്രീനിഷ് ക്ലിയറിംഗ് ഏരിയ അറൗണ്ട് ദി ഇനോക്കുലർ തന്നെ ചുറ്റും എന്താ കാണുന്നത്? ഗ്രീനിഷ് ക്ലിയറിംഗ് ഏരിയ.
ഓക്കെ, തിയറീസ്. String test നേരത്തെ കാണിച്ചതായിരുന്നു, ഹാങ്ങിങ് സ്ട്രിങ് ടെസ്റ്റ്. A colony of vibrio is mixed with a drop of 0.5% sodium deoxycholate on a slide. When tried lifting the suspension with a loop, it forms a string. അതാണ് സ്ട്രിങ് ടെസ്റ്റ്. കോളനി ഓഫ് വിബ്രിയോ എന്തിലൂടെ മിക്സ് ചെയ്യുന്നത്? 0.5% സോഡിയം ഡിയോക്സിക്കോളേറ്റ് ഓൺ ദി സ്ലൈഡ്. സോ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു ലിഫ്റ്റിംഗ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും സ്ട്രിങ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ബയോടൈപ്പിംഗ് ആണ്. ബയോടൈപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ക്ലാസിക്കലും E8 ബയോടൈപ്സ്. അപ്പോൾ ബയോടൈപ്പിംഗ് എന്തിനാണ് ചെയ്യുന്നത്? ക്ലാസിക്കലും E8 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ അത് കണ്ടുപിടിക്കുന്നത്? നേരത്തെ പറഞ്ഞു, സസെപ്റ്റിബിലിറ്റി ടു പോളിമിക്സിൻ ബി ആൻഡ് ബാക്ടീരിയോഫേജ് അനുസരിച്ചാണ് ഇത് നടക്കുന്നതെന്ന്. അപ്പോൾ കാണുന്നില്ലേ, ക്ലാസിക്കലും E8 ബയോടൈപ്സ്. അപ്പോൾ ബയോടൈപ്പിംഗ് എന്നിവർ രണ്ടുപേരും കണ്ടുപിടിക്കും. ഇവരെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത് തന്നെ സസെപ്റ്റിബിലിറ്റി ടു പോളിമിക്സിൻ ബി ആൻഡ് ബാക്ടീരിയോഫേജിൻ്റെ ബേസിലാണ് ഇവരെ ഡിഫറൻഷ്യേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ കണ്ടുപിടിക്കുന്ന തന്നെ സസെപ്റ്റിബിലിറ്റി ടു പോളിമിക്സിൻ ബി, ബയോകെമിക്കൽ ടെസ്റ്റ് ആൻഡ് ബാക്ടീരിയോഫേജ് വെച്ച് തന്നെ. സീറോ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? O1 O139. നേരത്തെ പറഞ്ഞു രണ്ടു പേർക്കും ആൻറ്റിസറി ഉണ്ടെന്നുള്ളത്. അപ്പോൾ സ്പെസിഫിക് സീറോ ടൈപ്പിംഗ് എന്ന് പറയുമ്പം സീറോ ഗ്രൂപ്പ്സ് നമ്മൾ ഫസ്റ്റ് കോളനീസ് ഇസ് ടെസ്റ്റഡ് വിത്ത് O1 ആൻറ്റിസറ. അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ O139 ആൻറ്റിസറ ആയിരിക്കും. സാധാരണ മോസ്റ്റ് കോമൺ O1 ആയതുകൊണ്ട് അവിടെ ആദ്യം പോസിറ്റീവ് ആണ് നോക്കുന്നത്. then സീറോ ടൈപ്പിംഗ്. പിന്നെ സീറോ ടൈപ്പിംഗ്. If agglutinated with O1 antisera, then the serotype is done by testing simultaneously with the Ogawa Ninaba antisera. O1 പോസിറ്റീവ് ആണെങ്കിൽ ഒഗാവ ഇനാബ ആൻറ്റിസറ വെച്ചിട്ട് കണ്ടുപിടിക്കും. ഒഗാവ പോസിറ്റീവ് ആണെങ്കിൽ ഒഗാവ ആയിരിക്കും, ഇനാബ ആൻറ്റിസറ വെച്ച് നോക്കുമ്പോൾ പോസിറ്റീവ് ആണ്, അത് സീറോ ടൈപ്പിംഗ് ഇനാബ ആയിരിക്കും. ഇപ്പോൾ ഇത് രണ്ടും നെഗറ്റീവ് ആണെങ്കിലോ അത് ഹിക്കോജിമ ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ അത് ഹിക്കോജിമ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആൻറ്റിജൻ ഡിറ്റക്ഷൻ. രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ രണ്ടും കൊണ്ട് അഗ്ലൂട്ടിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഹിക്കോജിമ ആയിരിക്കും. പിന്നെ ആൻറ്റിജൻ ഡിറ്റക്ഷനകത്ത് എ പോയിന്റ് ഓഫ് കെയർ ആൻറ്റിജൻ ഡിറ്റക്ഷൻ ടെസ്റ്റ് കോൾഡ് കൊളറ ഡിപ്സ്റ്റിക് അസേ ഈസ് കൊമേഴ്ഷ്യലി അവൈലബിൾ. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദി ഫീൽഡ് വെയർ ലബോറട്ടറി ഫെസിലിറ്റീസ് ആർ അവൈലബിൾ. ഡിപ്സ്റ്റിക് അസേ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ മോളിക്കുലർ മെത്തേഡ്സ് PCR അതാണ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമേ നിങ്ങൾക്ക് പറയുന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ദെൻ ആൻറ്റി മൈക്രോബിയൽ സസെപ്റ്റിബിലിറ്റി ടെസ്റ്റിംഗ്. മുല്ലർ ഹിൻടൺ അഗർബൈ ഡിസ്ക് ഡിഫ്യൂഷൻ ടെസ്റ്റ്. ആൻറ്റിബയോട്ടിക് സസെപ്റ്റബിൾ ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്ക് ഡിഫ്യൂഷൻ ടെസ്റ്റാണെന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഇനി ട്രീറ്റ്മെൻ്റ് ആണ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് ഉണ്ടാകും. ഇനീഷ്യലി ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് ആണ് നോക്കുന്നത്. കാരണം ഫ്ലൂയിഡ് കൂടുതൽ ലൂസ് ചെയ്തിട്ടായിരിക്കും പേഷ്യൻ്റ് വരുന്നത്. അവിടെ ഹൈപ്പോവോളിയമി വരാതിരിക്കുക കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് നടത്തും. മൈൽഡ് ഓർ മോഡറേറ്റ് ഉള്ള ഫ്ലൂയിഡ് ലൂസ് ആണെങ്കിൽ ORS കൊടുക്കും. സിവിയർ ആണെന്നുണ്ടെങ്കിൽ ലിങ്കർ ലാക്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കും. അത് പേഴ്സൺ കോൺഷ്യസ് ആയിട്ട് മാറുമ്പോൾ ORS ആയിട്ട് മാറും. എന്തിനാണ് കോൺഷ്യസ്നെസ് നോക്കുന്നത്? ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ സോഡിയം ആയിരിക്കുമല്ലോ പോകുന്നത്. സോഡിയം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? നാട്രിയമിയാണ് കോൺഷ്യസ്നെസ് കളയുന്നത്. ഓക്കെ, ആൻറ്റിബയോട്ടിക് മൈനർ റോളാണ് ആൻറ്റിബയോട്ടിക്സിനുള്ളൂ. കാരണം ഇവർ മിക്കതും O1 O139 ആണെന്നുണ്ടെങ്കിൽ ടോക്സിൻ മീഡിയേറ്റഡാണ്. ടോക്സിനെ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് നിർത്താൻ പറ്റില്ല. അല്ലാത്തതിന് നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ WHO റെക്കമെൻഡ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്സ് ഇങ്ങനെ റെക്കറൻ്റായിട്ട് യൂസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, സ്ട്രെയിൻ കണ്ടുപിടിക്കാത്ത പക്ഷം. എന്നാലും ഡ്രഗ് ഓഫ് ചോയ്സ് കാണുമല്ലോ ആൻറ്റിബയോട്ടിക്സിൽ ഏതാണെന്നുള്ളത്. അതാണ് ഇവിടെ അസിത്രോമൈസിൻ ഓർ എറിത്രോമൈസിൻ ആണ് ഡ്രഗ് ഓഫ് ചോയ്സ് വരുന്നത്. ദെൻ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ അറിയുന്ന കാര്യങ്ങളാണ്. സേഫ് വാട്ടർ ഡ്രിങ്കിങ്, സാനിറ്ററി ഡിസ്പോസൽ ഓഫ് ഫീക്കസ്, പ്രോപ്പർ ഫുഡ്, sanitation, prompt outbreak investigation, taking necessary steps to reduce transmission, notification. Cholera is not notifiable disease locally and nationally, hence the cases should be notified. Infection control measures such as hand hygiene is crucial to limit the spread of disease. Then chemoprophylaxis. Here tetracycline is a drug of choice. Alternative drug should be doxycycline. Chemoprophylaxis നേരത്തെ കണ്ടുപിടിക്കാനല്ലേ. കെമിക്കലി ഈ ടെസ്റ്റ് പോസിറ്റീവ് ആയി കഴിയുമ്പോഴത്തേക്ക് കണ്ടിരിക്കാമല്ലോ. ടെട്രാസൈക്ലിൻ ഡ്രഗ് ഓഫ് ചോയ്സ്. ഓൾട്ടർനേറ്റീവ് ഡ്രഗ് ഇൻക്ലൂഡ്സ് ഡോക്സിസൈക്ലിൻ. The mass antibiotic prophylaxis may contribute to the emergence of resistance and they are not recommended. The antibiotics are not prophylaxis. Antibiotic prophylaxis വരാൻ ചാൻസ് ഉള്ള ഒരാൾക്ക് ആൻറ്റിബയോട്ടിക്സ് അല്ല ആദ്യം കൊടുക്കുന്നത്. വന്നൊരാൾക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കില്ല. അത് വരാൻ ചാൻസ് ഉള്ളവർക്ക് കൊടുക്കാൻ സജസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല ട്രാവലേഴ്സിനും ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ വാക്സിൻ എന്ന് പറയുമ്പോൾ ഇഞ്ചക്റ്റബിൾ, ഓറൽ ഒക്കെ വാക്സിൻസ് ഉണ്ട്. ഇഞ്ചക്റ്റബിൾ വാക്സിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ആർ നോ ലോങ്ങർ ഇൻ യൂസ്. പണ്ടൊക്കെ യൂസ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ദർ അഡ്വേഴ്സ് ഇഫക്റ്റ്. ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾക്ക് ചെയ്യുന്നത് ഓറൽ വാക്സിൻസ് ആണ്. ഓറൽ വാക്സിൻ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. കിൽഡ് ഹോൾ
സെൽ വാക്സിൻസ് ഉണ്ട്. കിൽഡ് മാത്രമല്ല ഉള്ളത് ഹോൾ സെൽ റിക്കോമിനൻറ്റ് ബി സബ് യൂണിറ്റ് വാക്സിനും ഓറൽ ലൈഫ് അറ്റന്യൂവേറ്റഡ് വാക്സിൻസും. കിൽഡ് വാക്സിൻ എന്ന് പറയുമ്പോൾ എന്താ, O139 വിബ്രിയോ കൊളറയുടെ ഇവരെ കിൽഡ് ചെയ്തുണ്ടാക്കുന്ന വാക്സിൻ. ഇവർ ഹോൾ സെൽ വാക്സിനാണ്, പേര് കണ്ടല്ലോ, കിൽഡ് ഹോൾ സെൽ വാക്സിൻ, ഹോൾ സെല്ലിൻ്റെ വാക്സിനാണ്. എല്ലാത്തിൻ്റെ ഫോമുലേഷൻസ് പറയുന്നുണ്ട്. ഇവിടുത്തെ ഫോമുലേഷൻ ചുമ്മാ പറയാം. ഷാങ്കോൾ ഇന്ത്യ ആൻഡ് യുവിക്കോൾ, ഇങ്ങനെയാണെന്ന് തോന്നുന്നു വായിക്കുന്നത്. ഓക്കെ, ഇവ രണ്ടായിരാണ് ഫോമുലേഷൻ. ഷെഡ്യൂൾ പറയുന്നത് 2 ഡോസാണ് കൊടുക്കുന്നത്. 2 വീക്ക് ഗ്യാപ്പിൽ 2 ഡോസായിട്ട് കൊടുക്കും. മോർ ദൻ 1 ഇയർ ഏജ് ഉണ്ടായിരിക്കും ഇൻഡിവിജ്വലിന്. പ്രൊട്ടക്ഷൻ ഓൺലി ഫോർ 3 ഇയേഴ്സ്. ഓക്കെ, ഇനി ഹോൾസെൽ റിക്കോമിനൻറ്റ് ബി സബ് യൂണിറ്റ് വാക്സിൻ. ഹോൾസെൽ റിക്കോമിനൻറ്റ് ബി സബ്, നേരത്തെ പറഞ്ഞത് കിൽഡ് ഹോൾസെൽ വാക്സിനാണ്. ഇവിടെ ഹോൾസെൽ റിക്കോമിനൻറ്റ് ബി സബ്സ്റ്റിറ്റ്യൂവൻറ്റ് വാക്സിൻ, ഇവിടെയും ഹോൾസെല്ലാണ് കേട്ടോ. ഫോമുലേഷൻ വരുന്നത് ഡ്യൂക്കറോൾ കൊമേഴ്ഷ്യലി ആസ് ഡ്യൂക്കറോൾ ആയിട്ട് അവൈലബിൾ ആവുന്നത്. ഷെഡ്യൂൾ 2 ഡോസ്. ഇവിടെ നേരത്തെ 2 വീക്ക് ഗ്യാപ്പാണ്, ഇവിടെ ഇപ്പോൾ 1 വീക്ക് ഗ്യാപ്പേ ഉള്ളൂ. മോർ ദാൻ 2 ഇയേഴ്സ് പിന്നെ വേണം കൊടുക്കാൻ. 1 ഇയർ അല്ല, 2 ഇയർ ആയിരിക്കും. പക്ഷേ 2 ഇയർ പ്രൊട്ടക്ഷനേ ഉള്ളൂ. മറ്റേന്ന് കുറച്ചും കൂടെ ഉണ്ട്, 3 ഇയർ ഉണ്ട്. ഓക്കെ, ഇനി പറയുന്നതാണ് ഓറൽ ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ എന്ന് പറയുമ്പോഴത്തേക്കും ദേ യൂസ് മ്യൂട്ടൻറ്റ് സ്ട്രെയിൻ ദാറ്റ് ലാക്ക് ദി ജീൻ എൻകോഡിംഗ് ഫോർ കൊളറ ടോക്സിൻ. മ്യൂട്ടൻറ്റ് സ്ട്രെയിൻ ദാറ്റ് ലാക്ക് ദി ജീൻ എൻകോഡിംഗ്, ഈ കൊളറ ടോക്സിൻ എൻകോഡ് ചെയ്യുന്നൊരു ജീനുണ്ട്, അത് മ്യൂട്ടൻറ്റ് ജീനാണ്. അവർ ലാക്ക് ചെയ്ത് ആ മ്യൂട്ടൻറ്റ് ജീൻ മാത്രം എടുത്ത് മാറ്റിയ ഹോൾ അറ്റന്യൂവേറ്റഡ് എന്ന് പറയുമ്പോൾ ലൈവ് വാക്സിൻ അല്ലേ. ലൈവ് എന്ന് പറയുമ്പോൾ ലൈവായിട്ടുള്ള കൊളറ ആയിരിക്കും വാക്സിൻ എടുത്ത് തരുന്നത്. പക്ഷേ അതിനകത്ത് ഈ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സ്ട്രെയിൻ മാത്രം എടുത്ത് മാറ്റി ബാക്കിയുള്ള സ്ട്രെയിൻ നമുക്ക് കുത്തിവെച്ച് തരും. അതാണ് CVD 103HGR എന്ന് പറയുന്നത്. ദേ ആർ അവൈലബിൾ ആസ് വാക്സ് കോറ ഗീവൺ ആസ് എ സിംഗിൾ ഓറൽ ഡോസ് ഉണ്ടോ, സിംഗിൾ ഓറൽ ഡോസ്. ഇവിടെ ഏജ് ലിമിറ്റ് 18 to 64 ഇയേഴ്സ് ആണ്. ട്രാവലിംഗ് ടു എ പർട്ടിക്കുലർ ഏരിയ വിത്ത് ആക്റ്റീവ് കൊളറ ട്രാൻസ്മിഷനൊക്കെ ഉള്ളവർക്ക് ഇത് കഴിച്ചിട്ട് വേണം പോകാൻ. പ്രൊട്ടക്ഷൻ ഓൺലി ഫോർ 3 to 6 months. അതോ 90% പ്രൊട്ടക്ഷൻ അറ്റ് 10 days ആഫ്റ്റർ ദി വാക്സിൻ കൊടുത്തതിന് 10 days കഴിഞ്ഞ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. 3 to 6 months കാണത്തുള്ളൂ. നോൺ O1 or O139 Vibrio cholerae. They resembles Vibrio cholerae O1 or O139. ഇവർ O1 അല്ല O139 അല്ലാത്ത 200ഓളം വാക്സിൻസ് വൈറൽ സ്ട്രെയിൻസ് ഉണ്ട്. 2 to 200 ഇവർ രണ്ടുപേരും അല്ലാത്തത്. ഇവരെ കുറിച്ച് ഇവിടെ പറയുന്നത്, ഇവരൊന്നും O1 O139 ആൻറ്റിസെറ വെച്ചിട്ട് അഗ്ലൂട്ടേനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവരുടെ ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്താണ് ഇവർ തമ്മിലുള്ള O1 O139 ബാക്കിയുള്ള സ്ട്രെയിൻസ് ആയിട്ടുള്ള വ്യത്യാസം എന്താണ്, എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അവിടെ കാണാം. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസും എക്സ്ട്രാ ഇൻഡസ്ട്രിയൽ മാനിഫെസ്റ്റേഷൻസും വെച്ചിട്ടാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ഫോളോയിങ് ദി സീ ഫുഡ് കൺസപ്ഷൻ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ഫോളോയിങ് സീ ഫുഡ് കൺസപ്ഷൻ സ്റ്റൂൾ ഈസ് വാട്ടറി ആയിരിക്കും. ഇപ്പോൾ പാർട്ട്ലി ഫോളോഡ് ലെസ് വോളുമിനസ് ആൻഡ് ബ്ലഡി ഓർ മ്യൂക്കോഡ്. ഇവിടെ ബ്ലഡി വരുന്നത് സാധാരണ ഡിസെൻട്രിക്കാണ്, ബ്ലഡി പസ് സെൽസ് ഒക്കെ വരുന്നത്. പക്ഷേ ഇവിടെ ബ്ലഡി മ്യൂക്കോഡ് ലെസ് വോളുമിനസ് ആയിട്ടുള്ള സ്റ്റൂളാണ് വരുന്നത്. ഓക്കെ, ദെൻ മെനി കേസസ് അബ്ഡോമിനൽ ക്രാമ്പ്, നൂസിയ, വൊമിറ്റിംഗ് ആൻഡ് ഫീവർ കാണും. കണ്ടു, ഇത്ര നേരം പറഞ്ഞത് ഫീവർ വരത്തില്ലെന്നാണ്. പക്ഷേ നോൺ O1 O139 സ്ട്രാൻഡ് ആണെങ്കിൽ ഫീവർ വരാം. ഹവർ ദേ നെവർ കോസസ് എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വലിയൊരു ഏരിയയിൽ എപ്പിഡമിക് എന്ന് പറയുമ്പോൾ അതൊന്നും ഉണ്ടാക്കില്ല. ട്രീറ്റ്മെൻറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് കോളറ. ഇത് ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് ആദ്യം കൊടുക്കും, ആൻറ്റിബയോട്ടിക് ഫോളോ ചെയ്ത് ഡീഹൈഡ്രേഷൻ തടയാൻ ആദ്യം ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ്, പിന്നെ ഫോളോഡ് ബൈ ആൻറ്റിബയോട്ടിക്സ്. നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി ഓട്ടൈറ്റിസ് മീഡിയ, വൂണ്ട് ഇൻഫെക്ഷൻസ് ആൻഡ് ബാക്ടീരിയമ. ഇതാണ് എക്സ്ട്രാ ഇൻഡസ്ട്രിയലിന് പുറമെ വൂണ്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. ബാക്ടീരിയ, ബ്ലഡ് മൊത്തം ബാക്ടീരിയ ആയിരിക്കും. അതുപോലെ തന്നെ ഓട്ടൈറ്റിസ് മീഡിയ, ഇതൊക്കെയാണ് അഡീഷണൽ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് എക്സ്ട്രാ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള. മോസ്റ്റ് ഓഫ് ദീസ് ഇൻഫെക്ഷൻസ് ആർ അക്വേർഡ് ബൈ occupational or recreational exposure to sea water. Then antibiotics are often indicated. Antibiotics are often indicated. Most strains are sensitive to tetracycline, ciprofloxacin and third generation cephalosporins. ഓക്കെ, ഇത്രയാണ് നമ്മൾ കൊളറയെ കുറിച്ച് പറഞ്ഞത്. ഇൻ ഷോർട്ട് കൊളറയുടെ ലബോറട്ടറി ഡയഗ്നോസിസ് മാത്രം നോക്കാം. ഇതാണ് ലബോറട്ടറി ഡയഗ്നോസിൻ്റെ ഇൻ ഷോർട്ട്. ഇപ്പോൾ ഇത് പറയുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. സ്പെസിമെൻ എന്ന് പറയുമ്പോൾ എന്താ, വാട്ടറിസ്റ്റുള്ള റെക്ടൽ സ്വാബ് ഫോർ കരിയേഴ്സിലും ഇത് ഇൻഫെക്റ്റഡ് കേസസിലും. ട്രാൻസ്പോർട്ടിൻ്റെ അഫിനിറ്റി ട്രാമിൻ ആൻഡ് കെയറി ബ്ലെയർ മീഡിയം, ഇതല്ലാതെ 2-3 വീഡിയോ കൂടെ പറഞ്ഞായിരുന്നു, ആൽക്കലൈൻ മീഡിയം ഒക്കെ. ഓക്കെ, ഇത് രണ്ടും പഠിച്ചു നോക്കുക. VC ഡയറക്റ്റ് മൈക്രോസ്കോപ്പിൽ നേരത്തെ പറഞ്ഞ ഗ്രാം നെഗറ്റീവ് റോഡ്സ്, ഷോർട്ട് കർവ്ഡ് കോമ ഷേപ്ഡ് ഫിഷൻ സ്ട്രീം അപ്പിയറൻസ് ആയിരിക്കും. നേരത്തെ പറഞ്ഞു ഹാങ്ങിങ് ഡ്രോപ്പ് ഡെമോൺസ്ട്രേറ്റ് ഡാർട്ട്ലിംഗ് മോട്ടിലിറ്റി. ഹാങ്ങിങ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലായില്ല, പക്ഷേ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഡെമോൺസ്ട്രേറ്റ് ഡാർട്ട്ലിംഗ് മോട്ടിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡയറക്ഷനിലേക്ക് തന്നെ, പക്ഷേ എല്ലാവരുടെ ഡയറക്ഷൻ വേറെയാണ്, ടാർഗറ്റ് സെയിം ആയിരിക്കും. ഒരേ പൊസിഷനിലേക്ക് തന്നെ പോകുന്നത്, പക്ഷേ പല പല ഡയറക്ഷനിൽ അങ്ങ് എത്തും. കൾച്ചർ നമ്മൾ പറഞ്ഞു എൻട്രിഷ്ഡ് ഗ്രോത്തും സെലക്റ്റീവ് മീഡിയം. എന്തുകൊണ്ടാണ് കമൻസൽസിനെ വളർത്താൻ പാടില്ല, പക്ഷേ നമുക്ക് ഇനോക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് എൻട്രിഷ്ഡ് ഗ്രോത്ത് യൂസ് ചെയ്യുന്നത്. അവിടെ ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടറും APW
Monsoor TTPW, APW, MTTPW. ഓക്കെ, സെലക്റ്റീവ് മീഡിയ വരുന്നത് ബൈൽ സോൾട്ട് അഗർ നേരത്തെ അവിടെ പറഞ്ഞില്ലായിരുന്നു കേട്ടോ. ഇത് പറഞ്ഞു മോൺസൂൺ GTTT അഗറും TCBS അഗറും. TCBSനകത്താണ് യെല്ലോ കോളനീസ് കാണുന്നത്. ഓക്കെ, മോൺസൂൺ GT അഗറിൽ എന്താ കാണുന്നത്? ട്രാൻസ്ലൂസൻറ്റ് ഗ്രേ ബ്ലാക്ക് സെൻറ്റർ വിത്ത് ടർബിഡിറ്റി ആയിരിക്കും കാണുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മക്കോൺകി അഗർ. മക്കോൺകി അഗറിൽ ഇറ്റ് പ്രൊഡ്യൂസസ് എ ട്രാൻസ്ലൂസൻ NLF colonies. ദെൻ കൾച്ചർ സ്മിയർ ആൻഡ് മോട്ടിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ പറഞ്ഞ സെയിം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഷോർട്ട് കവർ ഗ്രാം നെഗറ്റീവ് ബാസിലൈ ആൻഡ് ഡാർട്ട്ലൈ മോട്ടിലിറ്റി ഐഡൻറ്റിഫൈഡ് ബൈ കൺവെൻഷണൽ ബയോകെമിക്കൽ. എങ്ങനെയൊക്കെ നേരത്തെ പറഞ്ഞ കൺവെൻഷണൽ ബയോകെമിക്കൽ ടെസ്റ്റ്, സ്ട്രിങ് ടെസ്റ്റ്, ഉച്ച വരെയുള്ള സ്ട്രിങ് ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. പ്രൊഡ്യൂസേഴ്സ് ന്യൂ അഡീഷണൽ ബ്ലഡ് അഗറിൽ ഇങ്ങനെ ബ്രൗൺ ഗ്രെയിനിഷ് ചുറ്റിനും ഈ സെല്ല് കാണുന്നതിന് ചുറ്റിനും, സെല്ലല്ല ബാക്ടീരിയ കാണുന്നതിന്, കോളനി കാണുന്നതിന് ചുറ്റിനും ഒരു ഗ്രീനിഷ് കളറാണ്. ഹീമോഡൈജഷൻ എന്ന് പറയുന്നത് ഓൺ ബ്ലഡ് അഗർ. ഓട്ടോമേറ്റഡ് ടെക്നിക്സ് അറിയാലോ, മൾട്ടിടോഫ് ആൻഡ് വിറ്റക്. ബയോടൈപ്പിംഗ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ക്ലാസിക്കൽ ആൻഡ് ET ആയിട്ട് ഓർമ്മ വെച്ചിട്ട്. സീറോ ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ O1 തന്നെ ആൻറ്റിസെറ യൂസ് ചെയ്തിട്ട്. സീറോ ടൈപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒഗാവ ഇന്നാബ ഹിക്കോജിമ സീറോ ടൈപ്പിംഗ് ഓവൻ. ആദ്യം തൊട്ടേ പറഞ്ഞൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഒഗാവ ഐസൊലേറ്റ് ചെയ്യാൻ ഒഗാവ ആൻറ്റിസെറ ഉണ്ട്, ഇനാബ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനാബ ആൻറ്റിസെറ ഉണ്ട്. തിരുത്തെന്താണെന്ന് വെച്ചാൽ ഹിക്കോജിമ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒഗാവയുടെയും ഇനാബയുടെയും ആൻറ്റിസെറ രണ്ടും പോസിറ്റീവ് കാണിക്കുവാണെങ്കിൽ ഹിക്കോജിമ ആയിരിക്കും. കാരണം ഹിക്കോജിമ എന്ന് പറയുമ്പോൾ രണ്ട് ക്യാരക്ടേഴ്സും ഓൾട്ടർനേറ്റ് ആയിട്ട് കാണിക്കും. ഓക്കെ, പിന്നെ ആൻറ്റിജൻ ഡിറ്റക്ഷൻ കൊളറ ഡിപ്സ്റ്റിക് അത് യൂസ് ചെയ്യുന്ന മോളിക്കുലർ മെത്തേഡ് PCR റിഡക്ഷൻ കോമൺ ഡയറിയൽ പാത്തജൻസ് 90 മൈക്രോബിയൽ സസെപ്റ്റിബിലിറ്റി ടെസ്റ്റ്. ഓക്കെ, ഇത്രയാണ് കൊളറനെ കുറിച്ച് പറയാനുള്ളത്.